ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൻ്റെ വഴിയിൽ ഒരു കഥാപാത്രമുണ്ട്. ഈശോയുടെ കുരിശെടുത്ത മനുഷ്യൻ. ആരാണത്? കവറീൻകാരനായ ശിമയോൻ. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ നീട്ടി ചൊല്ലാറുണ്ട്, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ എന്ന്. ആരാണ് ഈ അലക്സാണ്ടറും റൂഫസും? അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ എന്ന് പറഞ്ഞ് ശിമയോനെ പരിചയപ്പെടുത്തണമെങ്കിൽ കേൾക്കുന്നവർ നിശ്ചയമായും ആരെ അറിഞ്ഞിരിക്കണം? അലക്സാണ്ടറിനെയും റൂഫസിനെയും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അലക്സാണ്ടറിനെയും റൂഫസിനെയും അറിയാമോ? അറിയത്തില്ല. പിന്നെ ഇത്രയും കാലം എന്തായിരുന്നു ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്? പ്രിയമുള്ളവരെ, അലക്സാണ്ടറും റൂഫസും ലൂക്കായുടെയും പൗലോസിൻ്റെയും ശിഷ്യന്മാരായിരുന്നു. സുവിശേഷ വേലയിൽ പങ്കുചേരുന്നവരായിരുന്നു. ആദിമസഭയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളുടെ കൂടെ ഇപ്പോഴുള്ള സുവിശേഷം പറഞ്ഞു നടക്കുന്ന അലക്സാണ്ടറും റൂഫസും ഇല്ലേ, അവരുടെ അപ്പനായ ശിമയോനാണ് അന്ന് ഈശോയുടെ കുരിശെടുത്തത് എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്നറിയാമോ? അപ്പൻ ഈശോയുടെ കുരിശെടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ മറ്റെങ്ങും പോകില്ല, സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വഴിയേ ഉണ്ടായിരിക്കും. പ്രിയമുള്ള അപ്പന്മാരെ, എന്ന് നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾ കുരിശിൻ്റെ വഴിയെ സ്ലീവാപാതയിൽ നടക്കണമേ. അങ്ങനെ വരുമ്പോൾ മക്കൾ മറ്റെങ്ങും പോകില്ല, ഈശോയുടെ വഴിയെ തന്നെ ഉണ്ടായിരിക്കും. ആമേൻ.